അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യോജിച്ച ഒരു തീരുമാനമെടുത്ത് ആ കുറവുകൾ പരിഹരിക്കും. അതേ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലാതെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിന്റെ ആളിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. അതിന്റെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ LDFന്റെ ആളെന്ന നിലയിലും പ്രയാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വിവാദങ്ങൾ വരാതെ, അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്, ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടും. വീഴ്ചകൾ, ഇന്നത്തെ വീഴ്ച ഞങ്ങൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വിജയമാക്കി മാറ്റും. തീർച്ചയായിട്ടും അടുത്ത തവണ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ഇപ്പോഴേ ആരംഭിക്കും. അവരെല്ലാം മണ്ഡലത്തിൽ തന്നെ തുടരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ മുന്നോട്ട് പോകും. അപ്പോൾ അത് ആ വിടവ് നികത്തുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും. അപ്പോൾ അങ്ങനെ അകന്നു നിന്ന വിഭാഗങ്ങളെ കൂടി ചേർത്ത് നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിലും കൂടുതൽ സീറ്റുകൾ നേടി ഞങ്ങൾ തിരിച്ചു വരും. അതുകൊണ്ടാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത്, വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാതെ നിന്നല്ലോ, അതാത് മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടും. യാഥാർത്ഥ്യത്തില് നിങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് വോട്ടുകളില്ലേ, പാർട്ടി വോട്ടുകൾ എന്ന് വെച്ചാൽ ഈ ഇപ്പൊ MABB അധികം പറഞ്ഞ അതേ വാക്യം തന്നെ എടുക്കുകയാണ്. സ്ഥാനാർത്ഥി തോറ്റില്ല, പാർട്ടിയാണ് തോറ്റത്. പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ മുഖം നോക്കാതെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അത്തരം ഇടങ്ങളിൽ ഇപ്പോൾ ഇവര് ഈ 5 വിമതരാണെങ്കിലും ഇപ്പൊ 3 പേര് മലബാർ, ബാക്കി ഒരാള് ആലപ്പുഴ, കൊട്ടാരക്കര. അപ്പൊ ഈ ഭാഗങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പാർട്ടി മണ്ണുകളായിരുന്നു. അതിൽ പ്രത്യേകിച്ച് 2 വിമതർ മത്സരിച്ച് ജയിച്ച തളിപ്പറമ്പ്, പയ്യന്നൂർ ഒന്നും ഇതുവരെ CPM തോറ്റ് അത് തോൽവിയുടെ ആ ഒരു അതുപോലും അറിയാത്തൊരു മണ്ണാണ്. അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും നേതാവ് വന്ന് ജയിച്ച മണ്ണാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയായിരുന്നു, ആ നേതാവ് വന്ന് ജയിച്ചതല്ലേ, അന്ന് അദ്ദേഹം തോറ്റതല്ലേ. ഇപ്പൊ ആലപ്പുഴയിലാണെങ്കിൽ VS ഒരിക്കൽ തോറ്റതല്ലേ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പോലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത മണ്ണിലൊക്കെ വിമതർ വന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലേ? തീർച്ചയായിട്ടും തോന്നുമല്ലോ. ആ തോന്നലൊക്കെ ഞങ്ങൾക്ക് പാർട്ടി ഘടകങ്ങളിലേ പറയാൻ പറ്റും. ഇതുപോലൊരു ഇന്റർവ്യൂവിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ പാർട്ടിക്ക് അകത്തുള്ള ആളുകൾക്ക് ഈ പറയുന്ന തോന്നലുകൾ ഉണ്ടായാൽ പാർട്ടി ഘടകങ്ങളിൽ പറയണം. തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അവിടെ ചർച്ച ചെയ്യണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യോജിച്ച ഒരു തീരുമാനമെടുത്ത് ആ കുറവുകൾ പരിഹരിക്കും. അതേ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അല്ലാതെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിന്റെ ആളിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പൊ അതൊക്കെ എനിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിക്കാം. അല്ല, അവരങ്ങനെ മത്സരിച്ചപ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ അങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കുന്നവരിലെ ജയിക്കേണ്ടത്. അപ്പൊ പരാജയം വന്നതിന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സഹാക്കൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വിജയം വന്നില്ല. അതിന്റെ കുറവുകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പരിഹാര നിർണയ വേളയിലാണോ CPM കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? കമ്മിറ്റികളൊക്കെ കൂടുമെന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടും. തീർച്ചയായും ഇപ്പൊ നമ്മുടെ പോൾ ബ്യൂറോ കഴിഞ്ഞു, സ്റ്റേറ്റ് കമ്മിറ്റി ചേരുന്നു. അത് കഴിഞ്ഞ് ജില്ലാ ഘടകങ്ങൾ യോഗം ചേരും. താഴെ ഏരിയ ഘടകങ്ങളും ലോക്കൽ ഘടകങ്ങളും ബ്രാഞ്ചുകൾ ഉൾപ്പെടെ യോഗം ചേർന്ന് പാർട്ടി അണികളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും തീരുമാനങ്ങളിലേക്ക് എത്തും. ഈ ഇലക്ഷൻ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചു വന്ന ഒരു MLA പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രവർത്തകരുടെ പ്രവർത്തനക്ഷമത മൂലമാണ് തോറ്റുപോയത്, തോൽവി സംഭവിച്ചത്. ഈ പ്രതിഭ MLA കായംകുളം. ശരിക്കും കായംകുളം എന്ന് പറയുന്ന മണ്ണിലും ഈ CPM-ന് അത്യാവശ്യം വോട്ട് ഷെയർ ഉള്ള മണ്ണാണ്. കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവിടെ പ്രവർത്തകർ പ്രവർത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവനയോട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയല്ലോ. ഇപ്പോ സ്ഥാനാർത്ഥി മാത്രം ഇറങ്ങിയാൽ നമുക്ക് മണ്ഡലം മുഴുവൻ ഇടപെടാൻ വേണ്ടി കഴിയും. സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായിട്ടും സിറ്റിംഗ് MLA ആയാലും പുതുതായി വന്നായാലും ഒരു വ്യക്തിപ്രഭാവമൊക്കെ ഉണ്ടാകാം, വ്യക്തിപരമായ ചില വോട്ടുകൾ സമാഹരിക്കും. പക്ഷേ പാർട്ടി മെഷീനറി അല്ലെങ്കിൽ ഇടതുമുന്നണി സംവിധാനം അത് ഒന്നടങ്ക രംഗത്ത് വരുമ്പോഴാണ് നമുക്ക് വിജയിക്കാനും അല്ലെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുക. അപ്പൊ എന്തെങ്കിലും കുറവുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം, ചില ഭാഗങ്ങളിൽ ചില ആളുകൾ പ്രതിഷേധിച്ച് മാറി നിന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് സജീവമല്ലാതിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ അതൊക്കെ പാർട്ടി ഘടകങ്ങളിലാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ അത് പുറത്തു പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പാർട്ടി ഘടകങ്ങളിൽ ഇന്ന ആളുകൾ പ്രവർത്തന രംഗത്തില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം, എന്നേ എനിക്കും പറയാനുള്ളൂ. അല്ല, അതപ്പോ അങ്ങനെ പുറത്തേക്ക് പറഞ്ഞ അല്ലെങ്കിൽ പൊതുവെ CPM നേതാക്കൾ അങ്ങനെ പറയാറില്ലല്ലോ, പ്രവർത്തകരെ തള്ളി പറയുന്ന ഒരു ശീലം കേട്ട് വന്നിട്ടില്ല.
ഇപ്പൊ ജനാധിപത്യ പാർട്ടി എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൽ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെയാണ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. പക്ഷേ CPM-ൽ നിന്നും പൊതുവെ കേട്ട് പരിചിതമില്ലാത്ത ഒരു വാചകം പുറത്തേക്ക് വന്ന് പൊതുവരെ ഒരു നേതാവും വന്ന് ഞാൻ തോറ്റതിന് കാരണം എന്റെ പ്രവർത്തകരാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ നടപടി എടുക്കുന്നുണ്ടെന്ന് കേട്ടു അതേ മുൻ സ്ഥാനാർത്ഥിക്കെതിരെ. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുകൾ ഈ കൈവന്നു പോയ ആശയങ്ങൾ മൂലം സംഭവിച്ചത് വല്ലതും ആണോ? അല്ല, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ അതായത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുക. അല്ല, താങ്കൾ പിന്നീട് വന്ന തലമുറയാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, എന്റെ അഭിപ്രായം അതാണ്. ഇപ്പോൾ അവിടുത്തെ MLA അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്കത് ഏറ്റുപിടിക്കാൻ കഴിയില്ലല്ലോ. ആ MLA-യോട് അടക്കം എനിക്ക് പറയാനുള്ളത്, പരാതികളുണ്ടെങ്കിൽ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുക, തിരുത്തലുകൾ വരുത്തുക, അതേ മാർഗമുള്ളൂ. അല്ലാതെ തോറ്റ പ്രയാസത്തിൽ ചില ആളുകൾ രംഗത്ത് വരാത്തതുകൊണ്ടാണ് തോറ്റതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് സംഘടനാപരവുമല്ല. അപ്പോൾ സംഘടനാപരമായി പാർട്ടി വേദികളിൽ ആ കാര്യം അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമല്ലോ. അഭിപ്രായം പറഞ്ഞ് തിരുത്തലുകൾ വരുത്തുക, അതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. മുൻ മേയർ ആയിരുന്നല്ലോ, അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ കൈവിട്ടു പോയപ്പോൾ പിന്നീട് വന്ന മേയറിന്റെ ആ ഒരു കാര്യക്ഷമത കുറവായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? കാരണം അങ്ങനെ ഒരു മുഴുവൻ അങ്ങനെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു പ്രായത്തിലേക്ക് CPM എടുത്തു വെച്ചു കൊടുത്ത പദവി കൊണ്ടാണ് കോർപ്പറേഷൻ BJP-യിലേക്ക് പോയത്. അങ്ങനെ അല്ല, അതൊന്നും ഞാൻ നേരത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇതൊക്കെ പരാജയം വരുമ്പോൾ ആരുടെയെങ്കിലും ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നത് ശരിയായ രീതിയല്ല. അപ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ കഴിവുണ്ടാകും. എനിക്കുള്ള കഴിവായിരിക്കില്ല അടുത്ത് വരുന്ന മേയർക്കുണ്ടാവുക, അടുത്ത് വരുന്ന മേയർക്ക് ആ കഴിവായിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അതാത് സമയത്ത് ചില സാഹചര്യങ്ങളും മറ്റുമൊക്കെ യോജിച്ച് വരും. ഇപ്പം ഞാൻ മേയറായിരിക്കുമ്പോഴാണ് പ്രളയം വരുന്നത്. അന്ന് എനിക്ക് നന്നായിട്ട് ഇടപെടാൻ പറ്റി. കേരളം മുഴുവനായിട്ട് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇടപെടാനുള്ള ഒരു സ്പേസ് മേയർ എന്ന നിലയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് തുറന്നു വരുന്ന ഘട്ടത്തിൽ മേയർക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്തായാലും പരാജയം വന്നപ്പോൾ തീർച്ചയായിട്ടും പ്രയാസം തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരം പോലുള്ള ഒരു നഗരസഭ കൈവിട്ടു പോയതിൽ തീർച്ചയായിട്ടും ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിലും LDF-ന്റെ ആളെന്ന നിലയിലും പ്രയാസം വന്നിട്ടുണ്ട്. അതിപ്പോൾ ആര്യ രാജേന്ദ്രന്റെ കുറ്റമാണെന്നൊന്നും ഞാൻ പറയില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ മുഴുവൻ ഇടതു മുന്നണി സംവിധാനത്തിന്റെയും പരാജയമാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മേയറാണോ? അല്ലല്ലോ. അപ്പൊ അതൊക്കെ അതാത് ഘടകങ്ങളിലാണ് നിശ്ചയിക്കേണ്ടത്. അപ്പൊ പല സാഹചര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് വിജയം ഉണ്ടാവുക. അപ്പൊ സ്ഥാനാർത്ഥി നിർണയം നന്നായിരിക്കണം, മണ്ഡലം പുനർനിർണയം നന്നായിരിക്കണം, മിഷണറി നന്നായിരിക്കണം, പാർട്ടി കമ്മിറ്റിയെ നയിക്കുന്നവർ നന്നായിരിക്കണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴായിരിക്കും ജയം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അന്നുണ്ടായ പരാജയത്തിന് അന്നത്തെ മേയറാണ് സാഹചര്യമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് ശരിയുമല്ല. അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങൾ ഇതൊരു പ്രശ്നമാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ വിവാദത്തിൽ പെടുന്ന മിക്ക ആളുകൾക്കും ഈ ജനങ്ങൾ അടുത്ത തവണ ഇവരത്ര പോരാ അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ട് എടുക്കുമല്ലോ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ജനം അങ്ങനെ വിലയിരുത്തും. അപ്പോൾ വിവാദങ്ങൾ പെടാതെ സൂക്ഷിക്കുക. അല്ല, ഇപ്പൊ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാന 2 നേതാക്കളാണെങ്കിൽ ഒന്ന് KP ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഒരു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കെയാണ് വിവാദങ്ങളിലേക്കൊക്കെ പെട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ പത്തനാപുരം ഒരു കോട്ടയാണ് അങ്ങനെ വിളിക്കപ്പെട്ടിരുന്നതായിരുന്നു KP ഗണേഷ് കുമാറിനെ. അതുപോലെ തന്നെ ആര്യരാജേന്ദ്രന്റെ കാര്യമാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുന്ന ആ ഒരു സമയത്താണ് ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് വന്നത്, അല്ലെങ്കിൽ മേയർ മർദ്ദിച്ചു അങ്ങനെ ഒരു ഇമേജ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനത്തെ വിവാദങ്ങളും നമ്മൾ അത്രയും നാള് പ്രവർത്തിച്ച ആ കാര്യങ്ങളെ മറികടക്കാനുള്ള ഒരു ആർജവം ഉണ്ടോ? അല്ല, ഞാൻ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വിവാദങ്ങൾ വരാതെ, അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെ ജനകീയ തന്നെ ആയിരിക്കും. ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും അതിൻ്റെ ഭാഗമായിട്ട് വീഴ്ച സംഭവിക്കാം. അപ്പോൾ അതിൽ ചെന്ന് വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേയറായിരിക്കുമ്പോഴും അത്തരം വിവാദങ്ങളിൽ ചാടാതിരിക്കാൻ, അല്ലെങ്കിൽ കുഴപ്പങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാനൊക്കെ നല്ല ജാഗ്രത പാലിച്ചിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. ചെന്ന് വീണ് കഴിഞ്ഞാൽ ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാകാം. ഈ രാഷ്ട്രീയ അച്ചടക്കം പാലിക്കണം എന്നുള്ള ആ നിലപാട് തന്നെ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ പ്രായത്തിലാണ് ഞാൻ മേയറായി മാറിയത്. ഞാൻ ഇരുന്ന 4 വർഷക്കാലവും
ഒരു വിവാദങ്ങളും ഉണ്ടാക്കാതെ നഗരത്തെ മുന്നോട്ട് നയിക്കാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകൾക്ക് ലഭിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. കാരണം ഞാൻ മേയറായി വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഈ ചുവരുകൾക്കെല്ലാം കാതുണ്ടെന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ സംസാരിക്കേണ്ടത്, ഇടപെടേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയുണ്ടായി. ശരിയാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ടില്ല എങ്കിൽ ഏത് സമയത്തും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകും, വിശ്വാസ തകർച്ചയുണ്ടാവും. ഈ പറയുന്ന പോലെ തുറന്ന് വരുന്ന എല്ലാ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടതായിട്ട് വരും. അപ്പോ ഈ അങ്ങനെ ഉണ്ടാവുന്നവർക്ക് വീണ്ടും ആ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക, ഇപ്പൊ ജനപ്രതിനിധികളുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ബാക്കി മത്സര പരീക്ഷകളൊക്കെ ആണെങ്കിൽ നമ്മൾ എഴുത്ത പരീക്ഷ അങ്ങനെയൊക്കെയാണ്, പക്ഷെ ജനവിധി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും അത് അല്ലെങ്കിൽ അവർക്ക് മറക്കാൻ ഒരു സമയം കൊടുക്കേണ്ടി വരും അല്ലേ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയം ക്ഷമയുടെ കലയാണ്. അപ്പൊ അത് ക്ഷമാപൂരസരം. ഇപ്പൊ ഒരു തോൽവി സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു, അതോടുകൂടി നമ്മൾ പൊതുപ്രവർത്തനം വിടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പൊതുപ്രവർത്തന രംഗത്ത് തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ഇപ്പൊ ഞങ്ങൾ പരാജയപ്പെട്ടു, ഞങ്ങൾ സംഘടനാ രംഗത്ത് ശ്രദ്ധിക്കും, സംഘടനയെ മെച്ചപ്പെടുത്തും. അപ്പൊ അടുത്ത ഇലക്ഷൻ സമയത്ത് ആ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതോടുകൂടി ഞങ്ങളെല്ലാം വനവാസത്തിനൊന്നും പോകുന്നില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ തന്നെ കാണും. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള നല്ല പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിനെ തടയും. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനകീയ ഇടപെടൽ നടത്തിക്കൊണ്ട് വീഴ്ചകൾ, ഇന്നത്തെ വീഴ്ച ഞങ്ങൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വിജയമാക്കി മാറ്റും. അതിനാണെങ്കിൽ ഞങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ വട്ടിയൂർക്കാവിൽ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു മാറ്റം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിന്റെ സാഹചര്യം ഇല്ല. ഇപ്പൊ വട്ടിയൂർക്കാവിൽ തോൽവി സംഭവിച്ചു, അതാണ് പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ ജയവും പരാജയവും ഉണ്ടാകാം. അപ്പോൾ ജയിച്ചാൽ മാത്രമേ നമ്മൾ നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? പരാജയവും വരും. അപ്പൊ അതിനെ രണ്ടിനെയും ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കുക. ചില സാഹചര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും, വരുമാനത്തിൽ ചോർച്ചയുണ്ടാവും, കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല, അങ്ങനെ പല പ്രയാസങ്ങളുണ്ടാകും. പക്ഷെ ആ സമയത്തും നമ്മൾ പൊതുരംഗത്തുണ്ടെങ്കിൽ ജനം നമുക്കൊരു മതിപ്പ് തരും. തോറ്റപ്പെട്ടിട്ട് ഓടിയില്ലല്ലോ, ഇവിടെ ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് പരിഗണിക്കും. അപ്പൊ അത് അടുത്ത ഇലക്ഷനിൽ ജയിക്കാനുള്ളൊരു അവസരം ആളുകൾ തരും. അപ്പൊ ആളുകൾ ഇതൊക്കെ വാച്ച് ചെയ്യും. അപ്പൊ ഞാൻ പരാജയപ്പെടുമ്പോൾ പോലും എല്ലാവരും വന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങൾ വോട്ട് ചെയ്തതാണ്, എന്താണ് പറ്റിയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് ഇരട്ടി ഊർജ്ജത്തോടു കൂടി അടുത്ത ഇലക്ഷനിൽ രംഗത്ത് വരും. അപ്പൊ അങ്ങനെ വരാൻ അവരെ പ്രേരിപ്പിക്കും വിധം ഞാൻ വട്ടിയൂർക്കാവിൽ തന്നെ ഉണ്ടാവും, അവരോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും അടുത്ത തവണ വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ഇപ്പോഴേ ആരംഭിക്കും. ഈ ഉറപ്പിച്ച സീറ്റ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആരെങ്കിലും നേതാക്കൾ വിളിച്ചിരുന്നു ആ സമയത്ത് തന്നെ? അയ്യോ പ്രശാന്തേ, എല്ലാരും വിളിക്കുമല്ലോ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഈ സീറ്റ് പോകുന്നു, കാരണം നമ്മൾ ഉറപ്പിച്ച സീറ്റ് ആയിരുന്നല്ലോ എന്ന രീതിയിൽ ഒരുപാട് പേര് വിളിച്ചു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പല പ്രധാനപ്പെട്ട സീറ്റുകളിലും തിരിച്ചടി വന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് വട്ടിയൂർക്കാവ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വന്നു. പലരും വിളിച്ചു, പ്രതീക്ഷിക്കാത്ത പരാജയമാണ്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്താണ് സംഭവിച്ചതെന്ന്. ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ചയും മറ്റുമൊക്കെ അവർക്ക്, കാരണം ഇത് മനസ്സിലാക്കുന്നവർക്ക് അറിയാം. 15 റൗണ്ട് വരെ നമ്മൾ 300 വോട്ടിന്റെ ലീഡ്, 10 വോട്ടിന്റെ ലീഡ്, 20 വോട്ടിന്റെ ലീഡ്, 400 വോട്ടിന്റെ ലീഡ്, ഇങ്ങനെ വന്ന് അവസാനം ചില മേഖലകളിലേക്ക് കടക്കുമ്പോഴാണ് വീഴ്ച വന്നത്. അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നേതാക്കന്മാരൊക്കെ വിളിച്ചിരുന്നു. അവരെല്ലാം മണ്ഡലത്തിൽ തന്നെ തുടരണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ മുന്നോട്ട് പോകും. അപ്പോ ഈ വോട്ട് പോയ കുറഞ്ഞ മണ്ഡലങ്ങളിൽ ഒക്കെ ഊർജിതമായി തന്നെ പ്രവർത്തിക്കാനും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ചില സാമൂഹിക വിഭാഗങ്ങളിൽ പാർട്ടിയോട് അകൽച്ച വന്നിട്ടുണ്ട്. അപ്പൊ അത് ആ വിടവ് നികത്തുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും. അപ്പൊ അവര് ഞങ്ങൾക്ക് ഇത്തവണ വോട്ട് ചെയ്തില്ല, കഴിഞ്ഞ തവണ വോട്ട് ചെയ്തല്ലോ. അപ്പൊ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാറി മാറി ജനങ്ങൾ ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി അവരെ ആരെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലപാടൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അങ്ങനെ അകന്നു നിന്ന വിഭാഗങ്ങളെ കൂടി ചേർത്ത് നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ കുറവ് നികത്തി ഞങ്ങൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇതിലും കൂടുതൽ സീറ്റുകൾ നേടി ഞങ്ങൾ തിരിച്ചു വരും. തീർച്ചയായിട്ടും നല്ല പൊരുതി തന്നെയാണ് വട്ടിയൂർക്കാവ് തോറ്റിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത്, പല മത സാമൂഹിക വിഭാഗങ്ങളുടെ ഉള്ള ഒരു ഇടപെടൽ ഒക്കെ എവിടെയൊക്കെയാണ് ജയിച്ചതെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവ് ഈ തരംഗത്തിനിടയിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാതെ നിന്നല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല പോരാട്ടം നടത്തിയത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായും
എന്തായാലും ഒരു 5 വർഷം കഴിഞ്ഞ് 5 വർഷത്തെ സമയമുണ്ട്, 5 വർഷം പ്രതിപക്ഷമാണ്. എല്ലാവരും പറയുന്ന പോലെ ഒരു ഫൈറ്റിംഗ് പ്രതിപക്ഷമാണോ നമുക്കിനി പ്രതീക്ഷിക്കാമല്ലോ മന്ത്രിസഭയൊക്കെ വന്നതിന് ശേഷം? അല്ല, തീർച്ചയായിട്ടും ഭരണപക്ഷം നല്ലത് ചെയ്താൽ നമുക്കതിനെ അംഗീകരിക്കും. അവർ തെറ്റായ പാതയിലേക്ക് പോയാൽ ക്രിയാത്മകമായി നമ്മൾ ഇടപെടും, പ്രതിഷേധിക്കും. ഞങ്ങളുടെ വിദ്യാർത്ഥി, യുവജന, വനിതാ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഞങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതാത് മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് ഞങ്ങളുണ്ടാകും. എന്തായാലും ഒരു 5 വർഷത്തിന് വീണ്ടും MLA എങ്ങും പോകുന്നില്ല. വട്ടിയൂർക്കാവിന്റെ മുൻ MLA ഇപ്പോഴും വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു നിലപാടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെ, ഇപ്പോൾ MLA ഓഫീസ് മരുതൻകുഴിയിലാണ്. അപ്പൊ അതിപ്പോ തുറന്നും ഓഫീസ് ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങള് MLA ഓഫീസല്ല, VK പ്രശാന്ത് അഡ്വക്കേറ്റിന്റെ ഓഫീസ് ആയിരിക്കും എന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, മറ്റു പ്രവർത്തനങ്ങളുടെയൊക്കെ കേന്ദ്രമാക്കി ഇതിനെ മാറ്റും. അങ്ങനെ തുടർന്നും ജനങ്ങൾക്കിടയിൽ തന്നെ മുന്നോട്ട് പോകും. മുൻ മേയർ ആയതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. പുതിയ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോ കോർപ്പറേഷന്റെ ഒരു ചുമതല ഉള്ളത് BJPക്കാണല്ലോ. അപ്പോൾ പ്രധാന പ്രശ്നമായി അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടതൊക്കെ ഞങ്ങൾ മേന്മയോടെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഭരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും ഒന്ന് വിലയിരുത്തുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ BJP മാറാത്തത് മാറും എന്ന് പറഞ്ഞിട്ടാണല്ലോ നഗര ഭരണത്തിലേക്ക് വരുന്നത്. പക്ഷേ അവർ 6 മാസം എത്തുമ്പോഴും ഒന്നും ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ശുചീകരണം പാളിയത് നമ്മൾ കണ്ടു. തെരുവുനായ ശല്യം പരിഹരിക്കുമെന്ന് പറഞ്ഞു, അതിലൊരു പരിഹാരം ഇതുവരെയും എത്തിച്ചിട്ടില്ല. മാലിന്യ പ്രശ്നം സങ്കീർണമായി വരുന്നു. കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ ഭരണസമിതികൾ വരുമ്പോഴും ഉണ്ടാകാം. പക്ഷെ അപ്പോഴെല്ലാം ഞാനും മുൻ മേയറായിരിക്കുമ്പോൾ ചെയ്യുന്നത് ഇടപെടുക എന്നുള്ളതാണ്. 2017 ഞാൻ മേയറായിരിക്കുമ്പോഴാണ് വലിയ വരൾച്ചയുണ്ടായത്. അന്നാണ് പേപ്പാറയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താ? ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഉടനെ ഗവൺമെന്റിനെ വഴിയായിരിക്കുകയാണ്. കുടിവെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. മാലിന്യം നീക്കേണ്ടത് അവിടെ അമ്പലത്തിനകത്ത് ക്ഷേത്ര ഭരണസമിതിയാണ്. കറണ്ട് KSEB ആണ്. ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പഴിചാരി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഇടപെടാനും പരിഹരിക്കാനും അല്ല ശ്രമിക്കുന്നത്, പകരം പഴിചാരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. അവരതിൽ നിന്ന് മാറി ഇടപെടാൻ വേണ്ടി കഴിയണം. നേരത്തെ പറഞ്ഞല്ലോ, കേരളം മുഴുവൻ ഇടപെട്ട സമയമായിരുന്നു 2019 കാലഘട്ടത്തെ നമ്മുടെ ഭരണസമിതി. കേരളം മുഴുവൻ ഇടപെട്ടു. പ്രളയ സമയത്ത് നഗര ജനതയെ ആകെ ഒന്നിപ്പിച്ച് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സഹായം എത്തിക്കാൻ തിരുവനന്തപുരം നഗരസഭയാണ് മുൻകൈ എടുത്തത്. ആ കോർപ്പറേഷന്റെ മേയറാണ് ഇന്നിപ്പോൾ വിലപിക്കുന്നത്. വെള്ളമില്ല, മാലിന്യം പരിഹരിക്കാൻ പറ്റുന്നില്ല, വിലപിക്കുകയാണ്. അപ്പോൾ വിലാപം നിർത്തി പ്രവൃത്തി നടത്തിക്കൊണ്ട് വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരണം. അതാണ് എനിക്ക് മുൻ മേയർ എന്ന നിലയിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല അതാണെങ്കിലും ആ ഒരു ദിവസത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുൻകാലങ്ങളെ പോലെയല്ല, നമ്മൾ നേരത്തെ എല്ലാം തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാന വിഷയമായി തിരുവനന്തപുരത്ത് വരുന്നത് ഈ വെള്ളപ്പൊക്കം ബാധിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങൾ. അപ്പോൾ മുൻകാലങ്ങളുടെ മേയർമാർ ചെയ്ത പോലെയല്ല, ഞങ്ങൾ നേരത്തെ അതിനുള്ള പ്രശ്നപരിഹാരം തുടങ്ങിയിട്ടുണ്ട്. മാലിന്യ ഓടകളൊക്കെ വൃത്തിയാക്കി. അല്ലെങ്കിൽ ഇനി ഒരു വെള്ളപ്പൊക്കം തിരുവനന്തപുരം കാണാൻ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായി ചെയ്തു പോകുന്നുണ്ടെന്നൊരു മേയർ എന്ന രീതിയിൽ പരിശോധിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, അത് ഇപ്പോൾ ഞങ്ങൾ എല്ലാ ഭരണസമിതിയും അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതാത് കാലത്താണ് ഓരോ വിഷയങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ പണ്ട് തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? മാനം ഒന്ന് കറുത്താൽ കിഴക്കേക്കോട്ടയും തമ്മാനൂരും വെള്ളത്തിനടിയിലാവും, KSRTC വെള്ളത്തിനടിയിലാവും. അത് കുറേയധികം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ തിരുവനന്തപുരം നഗരമാണ് ദുരന്ത നിവാരണ റിപ്പോർട്ട് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ അനന്ത നടപ്പാക്കിയിട്ടുണ്ട്, നമ്മുടെ കാനകളുടെ നവീകരണം നടപ്പാക്കിയിട്ടുണ്ട്, ഡ്രെയിനേജ് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. ഇവർ 6 മാസം കൊണ്ട് ചെയ്തതുകൊണ്ടല്ലല്ലോ ഇതൊന്ന് നടക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി എത്രയോ പ്രോജക്റ്റുകൾ, സീവേജ് സംവിധാനം കൊണ്ടുവന്നു, കുടിവെള്ള വിതരണ ശൃംഖല കൊണ്ടുവന്നു, അരുവിക്കരയിൽ പുതിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജിൽ സീവറേജ് പ്ലാന്റ് കൊണ്ടുവന്നു, 5 സ്ഥലങ്ങളിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെന്ററുകൾ കൊണ്ടുവന്നു. അത് ഇവർ കഴിഞ്ഞ 5 മാസം കൊണ്ട് കൊണ്ടുവന്നതല്ലല്ലോ. അപ്പോൾ 5 മാസം കൊണ്ട് ഇവർ ഒരു അത്ഭുതവും ഇതുവരെയും കാണിച്ചിട്ടില്ല. ഞങ്ങൾ അവരെന്തെങ്കിലും മാറാത്തത് മാറ്റാൻ അവർക്ക് കഴിയുമെങ്കിൽ കഴിയട്ടെ, അതവർ തെളിയിച്ച് കാണിക്കണം. അല്ലാതെ ഇതിനെല്ലാം ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് അല്ലെങ്കിൽ മുൻ ഭരണസമിതികൾക്കാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയല്ല അവരുടെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ പറഞ്ഞത്.
ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ജനങ്ങളോട് വാട്ടർ അതോറിറ്റിയോട് പോയി ചോദിക്കൂ എന്ന് ഇപ്പോഴത്തെ മേയർ പറയുന്നത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, അതിശയമാണ് തോന്നിയത്. കാരണം ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് നഗരത്തിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കി മാറ്റിയത്. അന്ന് ഉണ്ടായിരുന്നൊരു കാര്യം എന്താ, ഈ കുളങ്ങളിൽ നിന്നും മറ്റും ജലം ശേഖരിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. ഞങ്ങളതിനെ സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്ത് മുഴുവൻ വാട്ടർ ടാങ്കറുകളെയും ഞങ്ങൾ അനധികൃതമായി കൈകാര്യം ചെയ്യുന്നവരെ പിടികൂടി അവരെ കോർപ്പറേഷൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തി, ലൈസൻസ് ഏർപ്പെടുത്തി, വാട്ടർ അതോറിറ്റിയുടെ അംഗീകൃത കിയോസ്കുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് അത് മാത്രം കൊടുക്കണം. അങ്ങനെ കൃത്യമായി വരുമാനമടക്കം ഉണ്ടാക്കി നമ്മുടെ കാലത്താണ്. ഏതാണ്ട് 70-ലധികം ടാങ്കറുകൾ അങ്ങനെ കോർപ്പറേഷൻ്റെ അധീനതയിലുണ്ട്. മറ്റ് സീവേജ് ടാങ്കുകൾ 100-ലധികം ഉണ്ട്. അപ്പോൾ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണം. വെള്ളമില്ലെന്ന് പറയുമ്പോൾ ഈ ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം എത്തിക്കണം. മുൻകാല ഭരണസമിതിയിൽ അതാണ് ചെയ്തത്. വാട്ടർ അതോറിറ്റി വെള്ളം തരുന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ കുടിവെള്ള പ്രശ്നം കൗൺസിലർമാരോ ജനങ്ങളോ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുക. ഇനി ടാങ്കർ പോകാത്ത സ്ഥലമാണെങ്കിൽ ടാങ്കുകൾ സ്ഥാപിച്ച് അതിൽ ഫില്ല് ചെയ്ത് ആളുകൾക്ക് വെള്ളം എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ പരിഹരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല എന്ന് പറഞ്ഞ് കൈകഴുകാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതാണ് വ്യത്യാസം. ഇപ്പോൾ കുടിവെള്ള പ്രശ്നം വരുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പോയി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെക്കുകയാണ്. അതാണോ ചെയ്യേണ്ടത്? ആ ഉദ്യോഗസ്ഥന്മാരെ മേയർ മീറ്റിങ്ങിന് വിളിച്ച് പരിഹാരമുണ്ടാക്കി ആളുകൾക്ക് വെള്ളം എത്തിക്കണം. അപ്പോൾ ഇവിടെ പ്രതിപക്ഷമൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്വന്തം ഒരു ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി സമരം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് ശരിയല്ല. മുൻ മേയർ എന്ന നിലയിൽ അതൊക്കെ തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വെച്ചിട്ടാണോ പരിഹാരം ഉണ്ടാക്കേണ്ടത്? അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്ക് തിരുവനന്തപുരം നഗരസഭ വരണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇതുപോലെ ഈ നഗരസഭയിലെ പ്രധാന പദ്ധതിയായിരുന്നല്ലോ സ്ട്രീറ്റ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ മേയറിന്റെ തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് സംബന്ധിച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി സ്ട്രീറ്റ് ലൈറ്റിലേക്ക് അനധികൃതമായി വ്യവസായികൾ കയ്യേറുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ അത് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു നിലപാടാണ്. അപ്പോൾ ആ ഒരു പദ്ധതി കൊച്ചി പോലെ തന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അത് എൻ്റെ ഒരു കാര്യക്ഷമമല്ലാതായി നടക്കുന്നതായി. സ്ട്രീറ്റ് ലൈറ്റ് ആണോ ഉദ്ദേശിച്ചത്? സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രധാന കാര്യമായിരുന്നു ഈ സ്ട്രീറ്റ് ലൈറ്റ്സ്. അങ്ങനെ കുറച്ചധികം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫെറൂഖിലൊക്കെ കൊണ്ടുവന്ന പോലെ, ഫെറൂഖ് പാലത്തിനെ ആക്കിയതുപോലെ. അതായത് നൈറ്റ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ തെരുവ് കച്ചവടമായാലും മറ്റു സംവിധാനങ്ങളായാലും ഞങ്ങളതിന് കൃത്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ സ്ട്രീറ്റ് വെൻഡിങ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, തെരുവോര കച്ചവട നിയമം. അപ്പം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് സർവേ നടത്തി. ഈ നഗരത്തിനകത്ത് 3200-ലധികം ആളുകൾ തെരുവ് കച്ചവടം നടത്തുന്നുണ്ട്. അവർക്ക് രജിസ്ട്രേഷൻ നൽകി. ഇനി നഗരസഭ ചെയ്യേണ്ടത് എന്താ? ഈ രജിസ്ട്രേഷൻ നൽകിയ തെരുവോര കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന സ്ഥലങ്ങൾ വെൻഡിങ് സോണുകളായി ഡിക്ലെയർ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡുകളിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം കച്ചവടം ചെയ്യാൻ അനുവദിക്കുക. കാരണം അവരുടെ ജീവിതവും തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന സ്ഥലങ്ങളിൽ തെരുവോര കച്ചവടം നടത്താം. ഇപ്പോൾ നൈറ്റ് ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന പ്രദേശങ്ങളിലാകാം, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. ഇത് ഡിക്ലെയർ ചെയ്യുകയാണ് ഇവർ ചെയ്യേണ്ടത്. അപ്പോൾ ഭാവിയിൽ അങ്ങനെ അവർ പഠിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേയധികം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇപ്പം നൈറ്റ് ലൈഫ് മാനവീയം ഭീതി കൊണ്ടുവന്നത് നമ്മളല്ലേ. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചെയ്യേണ്ടത്. അപ്പോൾ നഗരത്തിനകത്ത് കൂടുതൽ നൈറ്റ് ലൈഫ് കൊണ്ടുവരിക, സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, ടോയ്ലറ്റുകൾ ഏർപ്പെടുത്തുക, തെരുവ് വിളക്കുകൾ കൂടുതൽ നന്നാക്കുക. ഇപ്പം ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് 55,000 തെരുവ് വിളക്കുകൾ LED-യിലേക്ക് മാറ്റിയത്. ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ തകരാറ് വരും. ക്യാമറകൾ വെക്കുമ്പോൾ ചിലപ്പോൾ അത് തകരാറ് സംഭവിക്കും, ലൈറ്റുകൾ തകരാറ് സംഭവിക്കും. അപ്പോൾ അതാത് സമയത്തെ ആളുകൾ അത് അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കണം. ഇപ്പോൾ കുടിവെള്ള കിയോസ്കുകളിൽ വെള്ളമില്ല, ഉടനെ പഴയ ഭരണസമിതിയാണ് ഇത് വെച്ചത്, അതുകൊണ്ട് ഞങ്ങൾ നോക്കൂലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ അതിന് ബില്ലടയ്ക്കണം, പൈപ്പിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് ഇപ്പോൾ ആരാണോ ചുമതല വഹിക്കുന്നത് അവരത് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ക്രിയാത്മകമായി ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അല്ല, അതാണ് തെറ്റിദ്ധാരണ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നത് ഭരണത്തിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ കുറച്ചുകൂടി പ്രായോഗികമായി അവരുടെ കയ്യിലുള്ള സംവിധാനത്തെയും മെഷീനറിയെയും പ്രയോജനപ്പെടുത്തി ആ കുറവ് പരിഹരിക്കുക. പരിഹരിച്ചിട്ട് നിങ്ങൾ ഇല്ലാതാക്കിയത് ഞങ്ങൾ നന്നാക്കിയെന്ന് പറഞ്ഞു, ഒരു തകരാറുമില്ല.
മോശമാക്കിയതുകൊണ്ട് ഞങ്ങൾ കത്തിക്കൂല എന്ന് പറയുന്നത്? അല്ല, അങ്ങനെ മോശമാവുന്നില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് ഒരു ലൈറ്റ് ഇടുന്ന പോലെയാണോ തെരുവിൽ ലൈറ്റ് ഇടുന്നത്? അത് മഴയത്തും കാറ്റത്തും ഒക്കെ തകരാറ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തകരാറ് വന്നാൽ പരിഹരിക്കുക. ആ മിഷനറി ഇവിടെ ഉണ്ട്. ആ മിഷനറിയെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ പ്രയോജനപ്പെടുത്തട്ടെ. ഇനി കേറിയിട്ടല്ലേ ഉള്ളൂ, ഇനി കുറെ നാളുകളുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളാരും പ്രാഥമിക ഘട്ടത്തിൽ ഒരു പുതിയ ഭരണസമിതിയാണ്. പക്ഷേ മേയർ ചെയ്ത് എന്താ, നിരന്തരമായി വാർത്താ സമ്മേളനം വിളിച്ച് മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയാണ്. മുൻ മേയർമാരാണ് ഉത്തരവാദി, സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സന്ദർഭത്തിലാണ് ഞങ്ങൾക്കും പ്രതികരിക്കേണ്ടതായിട്ട് വന്നത്. അവർക്ക് ആവശ്യമുള്ള സമയം എടുക്കാം. അതെ, രാഷ്ട്രീയമായി അവർക്ക് പറയുന്നതിലൊന്നും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അവര് ചെയ്യാത്തത് ഞങ്ങളിപ്പോൾ ചെയ്തു എന്ന് പറയുന്നതിൽ ആർക്കാ തർക്കം? അതൊക്കെ ജനം വിലയിരുത്തട്ടെ. അപ്പൊ ഞങ്ങള് പ്രതിപക്ഷം എന്ന നിലയിൽ കുഴപ്പങ്ങൾ, തെറ്റുകൾ കണ്ടാൽ അത് പറയും, അത് തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും, സമരം ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ക്രിയാത്മകമായിട്ട് ഇടപെടും. ഓക്കെ, തീർച്ചയായും. ഇത്രയും നേരം നമ്മള് വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിച്ചു. വട്ടിയൂർക്കാവിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ പറ്റി സംസാരിച്ചു, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശേഷങ്ങൾ സംസാരിച്ചു. പിന്നെ കുറച്ചു കാലം ബാക്കിലേക്ക് പോയി, മേയറായിരുന്ന സമയത്തേക്ക് പോയി. ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവെച്ച വളരെയധികം